ഫീൽ ചെയ്തോ? വേണ്ട വേണ്ട, ഞാൻ അഭിനയിക്കാം. വിജയേട്ടൻ അങ്ങനെ തന്നെ പറയണം. നമ്മുടെ 2 പെൺകുട്ടികൾ വളർന്നു വരുന്നുണ്ടെന്ന് വിജയേട്ടൻ എപ്പോഴെങ്കിലും ഓർത്തിട്ടുണ്ടോ? അത് ഉർവശി അവാർഡുമായിട്ട് എന്ത് ബന്ധം? ഞാനും വിജയേട്ടനുമായിട്ട് ബന്ധമുണ്ടോ? ആ ബന്ധത്തിൽ നിന്നാണല്ലോ നമുക്ക് 2 പെൺമക്കൾ ഉണ്ടായത്. നാക്കിന്റെ ലൈസൻസ് പുതുക്കാറായിട്ടോ? എന്തായാലും ഈ തീക്കളി ഇനി വേണ്ട കേട്ടോ. 2 മക്കളുള്ള ഒരുത്തനാണ് ഞാനെന്ന് അച്ഛൻ കണക്കാക്കില്ല. മർമ്മം നോക്കാതെ തല്ലിക്കളയും. അതുകൊണ്ടാ പറയുന്നത്. തല്ലിന്റെ കുറവ് തന്നെ വിജയേട്ടനുള്ളത്. അല്ലെങ്കിൽ മാഷിപണിയും കളഞ്ഞിങ്ങനെ നടക്കുവോ? എന്റെ അച്ഛനൊരു സ്കൂൾ മാഷായിരുന്നു. എന്നിട്ട് എന്ത് കുഴപ്പം പറ്റി? ആ ജോലി ഉണ്ടല്ലേ അച്ഛൻ നിങ്ങളെയൊക്കെ ഒരു നിലയിലെത്തിച്ചത്. എന്ത് നിലയിലെത്തിച്ചു? തല്ലി തല്ലി പഠിപ്പിച്ച് എന്നെ ഒരു എക്കണോമിക്സ് ബിരുദധാരിയാക്കി. ബിരുദം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണ് മനസ്സിലായത് കേരളത്തിൽ തേങ്ങയേക്കാൾ കൂടുതൽ ബിരുദധാരികളുണ്ടെന്ന്. ഒരു പണിയും ചെയ്യാൻ അറിഞ്ഞുകൂടാത്ത ബിരുദധാരി. അവസാനം TTC കഴിഞ്ഞ് പ്രൈമറി സ്കൂൾ മാഷായി. പഠിപ്പിക്കുന്ന വിഷയങ്ങൾ മലയാളവും സാമൂഹ്യപാഠം. പഠിച്ചതെന്തോ പഠിപ്പിക്കുന്നത് വേറെന്തോ. എനിക്ക് ശരിയാവില്ല. അതെ, വിജയേട്ടനൊന്നും ശരിയാവില്ല. മടിയനാ, ആന മടിയൻ. അടങ്ങി ഒതുങ്ങി എന്തെങ്കിലും പണിയെടുക്കാൻ വയ്യ. എന്നിട്ട് ഞാനിതാ ബിസിനസ് തുടങ്ങാൻ പോകുന്നു, കാശു വാരാൻ പോകുന്നു എന്നും പറഞ്ഞുകൊണ്ട് തെക്ക് വടക്ക് നടക്കും. അത് പറയരുത്. ഇപ്പൊ നീ എനിക്കൊരു 5 ലക്ഷം രൂപ 6 മാസത്തിനൊക്കെ ഞാനത് 10 ലക്ഷമാക്കി കാണിച്ചു തരാം. നോട്ടിരട്ടിപ്പായിരിക്കും. അതോ മാജിക്കോ? ഒന്നുമല്ല, ബിസിനസ്